ഓല, ഞാൻ അരുൺ തഥാഗത്, ഒരു കുഞ്ഞു യാത്രികൻ. അങ്ങനെ ഗൾഫ് ഫ്രണ്ടും ഒത്ത് ഇപ്പോൾ സ്പെയിനിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും 9 മാസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇത്രയും സമയം യൂറോപ്പ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതയൊന്നുമില്ലല്ലോ, എല്ലാം ഒരുപോലെ തന്നെയല്ലേ, അപ്പോൾ മടുക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരം യൂറോപ്പിലൊക്കെ സഞ്ചരിച്ചേക്കണവർ തന്നെ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ കടക്കാൻ പറ്റണതെന്ന്. പക്ഷേ നമ്മൾ ഈ ചൈനക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരുപോലെ ഇരിക്കും എന്ന് പറഞ്ഞാലും നമ്മൾ ചൈനയിലേക്ക് പിന്നെ കൂടുതൽ അടുത്തറിയുമ്പോൾ ഓരോരുത്തരും വ്യത്യസ്തരാണെന്ന് പറയും, അല്ലെങ്കിൽ ആഫ്രിക്കക്കാർ നമുക്ക് ഒരുപോലെയാണെന്ന് പറയുമ്പോഴും. ഇപ്പം ഞാൻ മണിപ്പൂരിലൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മണിപ്പൂരിൽ ഓരോ ട്രൈബ്സിനെ വരെ, ഓരോ പ്രദേശത്തുള്ളവരെ വരെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. കാരണം അത് ഭയങ്കര, നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. യൂറോപ്പ് എല്ലാം ഒരുപോലെയല്ല, നല്ല വ്യത്യാസമുണ്ട്. എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ടത്, ഞാൻ ആർക്കിടെക്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. സാധാരണ എല്ലാവരും പറയും യൂറോപ്പിലെ കെട്ടിടങ്ങളൊക്കെ ഒരുപോലെയാണെന്ന്. ഭയങ്കര വ്യത്യസ്തമാണ് എന്ന് പറയാം. ഇപ്പോൾ സ്പെയിനിലെ ചുവന്ന നമ്മളുടെ ഇഷ്ടിക അതിനോടൊക്കെ സാമ്യമുള്ള കെട്ടിടങ്ങൾ മുതൽ ജർമ്മനിയിലെ ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിൻഡോകൾ, അതിൻ്റെ മേൽക്കൂരകൾ മുതൽ ഫ്രാൻസിലെ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ഈ സോക്കോള് വ്ളോഗറില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഡീപ്പായിട്ട് പോകാൻ പറ്റുന്നതിൻ്റെയൊക്കെ ഒരു ഗുണമാണ്. ഫ്രാൻസിലെ നിയമമുണ്ട്, 1853 നിയമമാണ്. ഇത്ര അടി, 36 അടിയാണെന്നാണ് എൻ്റെ ഓർമ്മ. 6 നിലയാണ്. 6 നിലയ്ക്ക് മുകളിൽ അവിടെ കെട്ടിടം ഉണ്ടാക്കാൻ പാടില്ല പാരീസിനകത്ത്. അതിനും മുകളിൽ, അതുപോലെ മുകളിലെ നില ഇന്ന പോലെ ആയിരിക്കണം, മൊത്തം ഒരേ ഡിസൈൻ ആയിരിക്കണം. 1853 ഹോഫ്മാൻ നിയമമാണ്. ഇന്നും അത് അതുപോലെ പാലിക്കുകയാണ്. അപ്പോൾ പാരീസ് നഗരം നിങ്ങളൊന്ന് വെറുതെ ഏരിയൽ വ്യൂ ഒന്ന് നോക്കുക, എത്ര സുന്ദരമാണ്. എല്ലാ കെട്ടിടങ്ങളും ഇതിലാണ്. 50,000 അവിടുത്തെ ജനസാന്ദ്രത. 50,000 ചിന്തിക്കാൻ, ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരങ്ങളിലൊന്നാണ്, പ്രദേശമാണ്. അവിടെയാണ് 150-ലേറെ 175 കൊല്ലം 180 കൊല്ലം പഴക്കമുള്ള നിയമം ഇന്നും മാറ്റാത്തത്. അപ്പോൾ ഈ അതിനിടയ്ക്ക് അവർ 1980-കളിൽ ഒരു കെട്ടിടം പണിതു. ആ കെട്ടിടത്തിന് അനുമതി കൊടുക്കാനായിട്ട് ഒരുപാട് കാലം ആലോചിച്ച് മുനിസിപ്പൽ കൗൺസിൽ ലാസ്റ്റ് ആ കെട്ടിടത്തിന് അനുമതി കൊടുത്തു. ഒരു കൂറ്റൻ കെട്ടിടം അവിടെയുണ്ട് അതിനിടയിലായിട്ട്. ആ കെട്ടിടം പണി കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു ഇനി ഒരു കെട്ടിടവും അനുവദിക്കില്ല ഇതുപോലെയെന്ന്. ആ പാരീസ് നഗരത്തിൻ്റെ എല്ലാ സൗന്ദര്യവും നശിപ്പിച്ചുകൊണ്ട് ഒരു കൂറ്റൻ കെട്ടിടം അതിൻ്റെ ഇടയിൽ നിൽക്കണ്ടേ. രസം, പാരീസിൽ നമുക്ക് എവിടെ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ അനുവാദം കിട്ടിയാൽ നമുക്ക് അതിൻ്റെ മാപ്പ്, അതിൻ്റെ എല്ലാം അവിടെ പ്രദർശിപ്പിച്ച് വയ്ക്കണം തീർന്നവരെയും. അത് ആരാണ് ചെയ്യണത്, എത്ര സ്ക്വയർ ഫീറ്റ്, എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടത്, അതിനെതിരെ അയൽവക്കക്കാർക്ക് എൻ്റെ കാറ്റ് പോകും, ഇങ്ങനെയൊക്കെ പരാതി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കാം. അതിനൊക്കെ ആർക്കാണ് അപ്പീൽ പോകേണ്ടത് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പോഴും ഈ പറഞ്ഞ ഈ കൂറ്റൻ കെട്ടിടത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ എഴുതി വെച്ചേക്കണതാണ്. അതുപോലെ ഇപ്പോഴത്തേക്കുണ്ട്, ഇപ്പോൾ ബാഴ്സലോണയിലേക്ക് വരുമ്പോൾ, സ്പെയിനിലെ ബാഴ്സലോണ 1850 നിയമമാണ്. കോമൺ സ്പേസുകൾ ഇന്ന പോലെ കറക്റ്റ് നേർരേഖയിൽ ആ ചതുരങ്ങളായിട്ട് ഒരു വൃത്തത്തിൽ നടുക്കൊരു കറക്റ്റ് ഒരു പോയിന്റിൽ നിന്ന് ആരംഭിച്ചിട്ട് ഉള്ള കുറേ ഈ സൺറൈസ് പോകുന്ന പോലെ കുറേ റേസ് പോലെയാണ് ഉണ്ടാവുക. അങ്ങനെ കെട്ടിട നിർമ്മാണം വേണമെന്ന് 1850 നിയമമാണ്. ഇത്ര ഇതിന് മുകളിൽ പാടില്ല എന്നൊക്കെ. ഇന്നും അത് അതുപോലെ തന്നെയാണ് പാലിക്കണത് 180 കൊല്ലം കഴിഞ്ഞിട്ടും. അതാണ്. എന്നിട്ട് ഇവർ പുതുക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം, ഇതിൻ്റെ ഇടയിലുള്ള ഓപ്പൺ സ്പേസുകൾ വലുതാക്കിക്കൊണ്ടേയിരിക്കണം, സൈക്ലിംഗ് പാത്തുകൾ വലുതാക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടൊക്കെയാണ് ഇവർക്ക് ആരോഗ്യം കൂടണത്. ഇവർക്ക് 90 വയസ്സായാലും നടക്കാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ്. നല്ല ശുദ്ധവായു, ശുദ്ധമായ ജലം, പിന്നെ നല്ല ഭക്ഷണം. നമുക്ക് മാത്രമല്ല, ആ നാട്ടിലെ എല്ലാ ഭക്ഷണവും ഇവിടെയും കിട്ടും. അപ്പോൾ ഇവർക്ക് അതും വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് അവർക്ക് അതിനും പ്രശ്നമില്ല. അപ്പം ഇതൊക്കെ ആയിരിക്കാം ഇവരുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം. പിന്നെ ഇവർ ചെയ്യുന്ന വ്യായാമങ്ങൾ. ഞാൻ ആ ആർക്കിടെക്ചറിൻ്റെ അതിലേക്ക് മാത്രം ഇപ്പോൾ പറയാം. എന്നെ സംബന്ധിച്ച് ഞാൻ പോകുമ്പോൾ ആൻഡോറ എന്ന് പറഞ്ഞൊരു കുഞ്ഞു രാജ്യം, വളരെ മൈക്രോ നേഷനാണ്, അതിസമ്പന്ന രാജ്യമാണ്. ഏറ്റവും സുന്ദരമായ ആർക്കിടെക്ചർ അവിടെയാണ്. നമ്മുടെ സ്ലേറ്റ് പെൻസിൽ വെച്ച് എല്ലാ കെട്ടിടങ്ങളുടെയും മുകൾ വ്യൂ പോലും എന്തൊരു രസമാണ്. ഞാനൊരു മലയുടെ മുകളിൽ ചെന്ന്, അത് കേബിൾ കാറിലാണ് പോയത്, അപ്പോൾ എന്നാലേ അവിടെ കയറാൻ പറ്റും, മഞ്ഞാണ് മുഴുവനും. അപ്പോൾ താഴെ എല്ലാം കാണാം. നമ്മളുടെയൊക്കെ ഈ കൊച്ചി മെട്രോ വന്നതിന് ശേഷം മെട്രോയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളുടെ എല്ലാം മുകൾ ഭാഗം എന്നേരം കാണാൻ തുടങ്ങി. ആകെ വൃത്തികേടായിട്ട് എല്ലാം ഡംപ് ചെയ്തിട്ടിരിക്കുമ്പോൾ ഇവിടെ എല്ലാ കെട്ടിടങ്ങളുടെയും മുകൾ ഭാഗത്തിന് അതിനേക്കാൾ സൗന്ദര്യമാണ്. അതാരും കാണാനില്ലാത്ത ഇടമാണ്, എന്നിട്ടും കൂടി എത്ര സൗന്ദര്യത്തോടെയാണ്. അത് സൗന്ദര്യം, വൃത്തി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സംസ്കാരമാണ്, അതൊരു ശീലമാണ്. നമ്മൾ സംസ്കാരം ഉണ്ട് എന്ന് പറയുമ്പോഴും ഏതാണ് സംസ്കാരം എന്നുള്ള ചോദ്യമൊക്കെ വേറെ നിൽക്കണം. ഇനി കുഞ്ഞു രാജ്യമായിട്ടുള്ള ചെച്ചിയയിലേക്ക് നിന്ന് അവിടുത്തെ ആർക്കിടെക്ചറിന് പോലും സൗന്ദര്യം. പ്രാഗ് വസന്തം എന്നൊക്കെ പറഞ്ഞ പുസ്തകമുണ്ട്, നോക്കിയാൽ അറിയാം. ഓരോ രാജ്യത്തിനും തനതാണ് കെട്ടിടങ്ങളുടെ സൗന്ദര്യം, ആളുകളുടെ ഇത്, ഭാഷയിൽ തികഞ്ഞ വ്യത്യസ്തം, ഭക്ഷണശീലങ്ങളിലുള്ള ഇത്. എങ്കിലും
ഭക്ഷണത്തിനകത്ത് ഏകദേശമൊക്കെ എല്ലായിടത്തും ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ എന്ന് പറയാം. അവിടെ നമ്മൾ വളരെ വ്യത്യസ്തരാണ്. നമുക്ക് ഇവർക്ക് എല്ലാ ഭക്ഷണവും പുറത്തുനിന്ന് വരുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് ഭക്ഷണത്തിൽ വളരെ വൈവിധ്യമുണ്ട്. നൂറുകണക്കിന് വൈവിധ്യമുള്ള പച്ചക്കറികളും പഴങ്ങളും പലതും മിക്സ് ചെയ്തും ഒക്കെ ആയിട്ട് അതൊന്നും ഇവർക്കില്ല. പക്ഷേ നമ്മൾ ആ വൈവിധ്യം കളഞ്ഞിട്ട് എല്ലാത്തിലും കടുകൂറ മാത്രമാക്കി കടുകൂറയില്ലാണ്ട് നമുക്കൊരു ഭക്ഷണമില്ല എന്നുള്ള അവസ്ഥയായി. എന്നാലും നമ്മുടെ ഭക്ഷണ വൈവിധ്യം നമുക്ക് തന്നെയാണ് ഉള്ളതെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റും. നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും തന്നെ, ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഇപ്പോൾ ഒന്നാണ്. അന്ന് പുട്ട്, പലയിനം ഓരോ ദിവസവും നമുക്ക് ഓരോ കറികൾ വെച്ച് തന്നെ 100 ദിവസം കൊണ്ടുപോകാൻ പറ്റും. എത്രമാത്രം വൈവിധ്യം, അതൊന്നും ഇവിടെ കുറവാണ് കേട്ടോ. അത്രയും ഉള്ളതൊക്കെ ഇവിടെ എല്ലായ്പ്പോഴും എവിടെ ചെന്നാലും ഒരു ബ്രെഡ്, സാൻഡ്വിച്ച് ഇതൊക്കെ തന്നെ കിട്ടാൻ സാധാരണ രീതിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാം മോശമല്ല, നമ്മളുടേതെല്ലാം നല്ലതുമല്ല. എല്ലായിടത്തും നല്ലതുണ്ട്, ലോകത്തെ എല്ലായിടത്തും ചീത്തതുമുണ്ട്. അപ്പോൾ നമുക്ക് നന്മകളിൽ മാത്രം ഫോക്കസ് ചെയ്യാം, നമുക്ക് ആ നന്മകളെ മാത്രം സ്വീകരിക്കാം. സന്തോഷം, സ്നേഹം.